നമസ്കാരം. ഈ മണ്ഡലത്തെ കുറിച്ച് ചിന്തിക്കാൻ തയ്യാറായിട്ട് ശൈല ടീച്ചർ വരുന്നു. ആ ശൈല ടീച്ചർ 5 വർഷം കേരളത്തിലെ ജനങ്ങളെ കുറിച്ച് ചിന്തിച്ചതിന്റെ റിസൾട്ട് അനുഭവിച്ചവരാണ് നമ്മൾ. അഭിമാനത്തോടെ പറയട്ടെ, അതുകൊണ്ട് തന്നെയാണ് നമ്മളിൽ പലരും ഇപ്പോഴും ശ്വാസം എടുക്കുന്നതും ധൈര്യത്തോടെ എണീറ്റ് നിൽക്കുന്നത്. ആ ധൈര്യം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ശൈലജ ടീച്ചർ നിയമസഭയിൽ ഉണ്ടായിരിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമല്ല, നമ്മുടെ കേരളത്തിന്റെ ആവശ്യമാണ്. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ഈ വ്യക്തി ആരാണ് എന്ന് മനസ്സിലായി കാണില്ല. രാഷ്ട്രീയക്കാരിയൊന്നുമല്ല, സിനിമാക്കാരിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സിനിമയിലൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് വിചാരിക്കും. അമ്മ എന്ന സംഘടനയുടെ ജനറൽ ബോഡിയിലൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്ന വ്യക്തിയാണ് കുക്കു പരമേശ്വരൻ എന്നാണ് ഇവരുടെ പേര്. പണ്ടങ്ങാണ്ട് 1-2 സീരിയലിലൊക്കെ മുഖം കാണിച്ചിട്ടുണ്ട്. സിനിമക്കാരിയാണെന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. അവരുടെ പിതാവോ മറ്റോ ടി വി തോമസിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയോ മറ്റോ ആയിരുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ഇടതുപക്ഷക്കാരിയാണ്. അതിന്റെ നന്ദിയോ മറ്റോ ഒക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഈ കാണിച്ചു വെച്ചത്. പക്ഷേ ഒന്ന് ഓർത്തു നോക്കിയേ, ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം മാത്രമല്ല, ഒരു സംസ്ഥാനം മാത്രമല്ല ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 5-6 കേന്ദ്രഭരണ പ്രദേശങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. ശൈല ടീച്ചർ എന്ന് പറഞ്ഞ ഒരാള് കേരളത്തിന്റെ മാത്രം ആരോഗ്യമന്ത്രിയായിരുന്നു. ആ ശൈല ടീച്ചർ കാരണമാണത്രേ മലയാളികൾക്ക് നമുക്കിപ്പോൾ ഓക്സിജൻ ശ്വസിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മളെല്ലാം ചത്തുപോകുമായിരുന്നു എന്നാണ് പറയുന്നത്. അവരില്ലായിരുന്നെങ്കിൽ നമുക്ക് ശ്വസിക്കാൻ പറ്റുമായിരുന്നില്ല എന്നാണ് ഈ സിൽമാക്കാരി പറഞ്ഞു വെച്ചത്. അപ്പോൾ കേരളത്തിന് വെളിയിലുള്ള ഈ 10-27 സംസ്ഥാനങ്ങളിലെ ആളുകൾ എന്തായിരിക്കും ശ്വസിക്കുക? അവർക്കും കൂടി ഓക്സിജൻ കൊണ്ടുകൊടുത്തത് ഈ ശൈലജ ടീച്ചർ ആയിരിക്കുമോ? എന്തൊക്കെ കണ്ടാലാണ് ഒരു ദിവസമൊന്ന് കഴിഞ്ഞു പോകുക? എന്തൊക്കെ കണ്ടാലാണ്? ഇവർക്കൊക്കെ ഇതിന് മാസക്കൂലിയാണോ ദിവസക്കൂലിയാണോ? ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. ഇത് കുക്കു പരമേശ്വരനാണല്ലോ, ഒരു സംഘി നേതാവാണെന്ന് കരുതുക, ഒരു BJP കാരനായിട്ടുള്ള നേതാവാണെന്ന് കരുതുക. സ്ഥലം ബീഹാറോ ഉത്തർപ്രദേശോ ആണെന്ന് കരുതുക. അവിടെ ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ നിന്ന് അവർ പ്രസംഗിക്കുകയാണ്. നരേന്ദ്രമോദി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ശ്വാസം കിട്ടാതെ മരിച്ചുപോയേനെ എന്നായിരുന്നു അവരുടെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടുത്തെ മാപ്രകൾ ഇതേത് തരത്തിലായിരിക്കും നമ്മളിലേക്ക് വിളമ്പിത്തരിക? ഏതൊക്കെ തരത്തിലായിരിക്കും അവർ ട്രോൾ ചെയ്യപ്പെടുക, പരിഹസിക്കപ്പെടുക? സോഷ്യൽ മീഡിയ മുഴുവൻ അവരെ പറ്റിയുള്ള പരിഹാസങ്ങളായിരിക്കും അല്ലേ? പക്ഷെ പ്രബുദ്ധ കേരളത്തിൽ നിന്ന് കുക്കു പരമേശ്വരൻ വിളിച്ചു പറയുന്നത് എന്താണ്? ശൈല ടീച്ചർ ഇല്ലായിരുന്നെങ്കിൽ ഞാനും നിങ്ങളും ഒന്നും ശ്വസിക്കത്തില്ലായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ കോവിഡ് കാലത്ത് സംഭവിച്ചത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടത് മഹാരാഷ്ട്രയിലാണ്. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. സ്വാഭാവികമെന്ന് പറയുമ്പോൾ മരണത്തിനെ ഞാൻ നിസ്സാരവൽക്കരിക്കുകയാണോ എന്ന് ചിലർ വിചാരിക്കും. അങ്ങനെയല്ല. കാരണം നമുക്കറിയാം, സിനിമയിലെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ട്, ധാരാവി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോളനികൾ. അതായത് ആളുകൾ തിങ്ങിപ്പാർത്ത് ഒരു വീടിനോട് തൊട്ട് ചേർന്ന് അങ്ങനെ തിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലമാണ് ധാരാവി. അപ്പൊ അവിടെ കോവിഡ് മൂലം, അതായത് കോവിഡ് നമുക്കറിയാം ഒരു പകരുന്ന അസുഖമാണ്. അപ്പൊ കോവിഡ് മൂലം അവിടെ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് മഹാരാഷ്ട്ര എന്ന സംസ്ഥാനം 1-ാം സ്ഥാനത്ത് വന്നു മരണത്തിന്റെ കാര്യത്തിൽ. 2ാമത് വന്ന ഏത് സ്ഥലമാണ്? നമ്മുടെ കൊച്ചു കേരളമാണ്. മഹാരാഷ്ട്രയുടെയൊക്കെ 3-1 വിസ്തീർണം പോലും ഇല്ല, അല്ലെങ്കിൽ അത്രയും ജനസംഖ്യ പോലും ഇല്ലാത്ത നമ്മുടെ കൊച്ചു കേരളമാണ് 2ാം സ്ഥാനത്ത് വന്നത്. ഇവർ 50,000 വരെ കൗണ്ട് ചെയ്തുകൊണ്ടിരുന്നു. ഈ 6 മണിക്കുള്ള വയലും വീട് തള്ളുണ്ടായിരുന്നല്ലോ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ. അതിൽ ഓരോ ദിവസം മരണനിരക്കൊക്കെ പറയുമായിരുന്നു. അത് 50,000-ലേക്ക് മുട്ടാൻ പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി പിന്നെ മരണനിരക്ക് പറയുന്നത് അങ്ങ് നിർത്തി. ഇതാണ് കോവിഡ് കാലത്ത് നടന്നിട്ടുള്ള യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് അവർ പറയുക നമ്മളൊക്കെ ശ്വസിക്കാനുള്ള കാരണം ശൈല ടീച്ചർ ആണെന്ന് പറയുകയാണെങ്കിൽ ഈ അടിമ കമ്മീനെയൊക്കെ എന്തു പറയാനാണ്? സിനിമയിലും നമ്മൾ കണ്ടിട്ടില്ല, പണ്ടങ്ങാണ്ട് സീരിയൽ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അവിടെ മാറിയിരുന്നിട്ട് ഏതെങ്കിലും സ്ഥാനം ഈ ഇടതുപക്ഷക്കാർ കൊടുക്കുമ്പോൾ അതിന് നന്ദി സൂചകമായിട്ട് വന്നിരുന്നിട്ട് ഈ പൊട്ടത്തരമൊക്കെ വിളിച്ചു പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഇവരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് പ്രബുദ്ധ കേരളം എന്നൊക്കെ പറയുവാണെങ്കിൽ നമ്മൾ സത്യത്തിൽ തലയിൽ മുണ്ടിട്ടുകൊണ്ട് നടക്കേണ്ട അവസ്ഥയിലാണ് ഇവറ്റകളൊക്കെ കാരണം.